നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവത്കരണം കർശനമാക്കിയിരിക്കുകയാണ് UAE. നിയമം നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. സ്വദേശിവത്കരണം കർശനമാക്കിയതോടെ എമിറാത്തികളുടെ നിയമനവും പരിശീലനവുമെല്ലാം ത്വരിതഗതിയിലാക്കിയിരിക്കുകയാണ് സ്വകാര്യ കമ്പനികളും. ഇതോടെ നിരവധി പ്രവാസികളാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. സ്വകാര്യ കമ്പനികൾക്ക് ബാധകമായ സ്വദേശിവത്കരണ നടപടികൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തത്. ഇതനുസരിച്ച് വാർഷിക സ്വദേശിവത്കരണ ടാർഗറ്റായ 2% പകുതി വീതം ഓരോ അർദ്ധവർഷത്തിലും പൂർത്തിയാക്കണം. ജൂലൈ 1 മുൻപ് 1% സ്വദേശിവത്കരണം പൂർത്തിയാക്കണം എന്ന് വ്യക്തം. 2023 ആദ്യ പകുതി പൂർത്തിയാകുമ്പോൾ 1% സ്വദേശിവത്കരണവും രണ്ടാം പകുതിയിൽ അടുത്ത 1% സ്വദേശിവത്കരണവുമാണ് പൂർത്തിയാക്കേണ്ടത്. ജൂലൈ 1 മുൻപ് 1% സ്വദേശിവത്കരണം പൂർത്തിയാക്കാത്ത സ്വകാര്യ കമ്പനികൾക്ക് 7000 ദിർഹം പിഴ ചുമത്തുമെന്നും മാനവ വിഭവശേഷി മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അബാർ പറഞ്ഞു. നേരത്തെ ഒരു വർഷത്തെ മുഴുവൻ കണക്കെടുപ്പിന് ശേഷമായിരുന്നു നടപടിയെങ്കിൽ ഇനി മുതൽ അർദ്ധവാർഷിക കണക്കെടുപ്പ് നടത്തി പിഴ ഈടാക്കും. കമ്പനിയിലെ ജീവനക്കാരുടെ മൊത്തം എണ്ണത്തിന്റെ 1% കണക്കാക്കി ആളൊന്നിനാണ് 7000 ദിർഹം പിഴ. കണക്കുപ്രകാരം 10 സ്വദേശികൾക്ക് നിയമനം നൽകേണ്ട സ്ഥാപനമാണെങ്കിൽ 70,000 ദിർഹം പിഴ നൽകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. 2022 2% സ്വദേശിവത്കരണം പൂർത്തീകരിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് 400 ദശലക്ഷത്തോളം ദിർഹമാണ് UAE മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം പിഴയായി ഈടാക്കിയത്. രാജ്യത്തെ ആകെ സ്വകാര്യ കമ്പനികളിൽ 9293 സ്ഥാപനങ്ങളും സ്വദേശിവത്കരണ ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 1,00,000-ലധികം സ്വദേശികൾ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഫെഡറൽ നിയമം അനുസരിച്ച് 2022 മുതൽ വിദഗ്ധ തൊഴിലുകളിൽ ഓരോ വർഷവും 2% വീതം സ്വദേശിവത്കരണമാണ് നടപ്പാക്കേണ്ടത്. ഇങ്ങനെ 2026 ആകുമ്പോഴേക്കും ആകെ 10%-ത്തിലേക്ക് സ്വദേശിവത്കരണ തോത് എത്തിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം 2% സ്വദേശിവത്കരണം പൂർത്തിയാക്കാത്ത കമ്പനികൾ ജൂലൈ 1 ആകുമ്പോഴേക്കും 3% സ്വദേശിവത്കരണം കൈവരിച്ചിരിക്കണം. നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ സ്വദേശികളെ ജോലിക്കെടുക്കുന്ന കമ്പനികൾക്ക് സാമ്പത്തിക ഇളവുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.